കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയേണമേ രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയേണമേ രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയേണമേ കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ കാലൊച്ച കേട്ടു ഞങ്ങൾ രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ
നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു തളരുമ്പോൾ, തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു തളരുമ്പോൾ, മറ്റാരുമാരുമില്ലാശ്രയം നിൻ വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. മറ്റാരുമാരുമില്ലാശ്രയം നിൻ വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷാലോം ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ദൈവ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം ശ്രവിക്കാം. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. യേശു അവൻ്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചിലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയുവാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിൽ പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും സൗഖ്യം ആഗ്രഹിക്കുന്നവരാണ്. സൗഖ്യം നേടണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സുഖമുണ്ടാകണമെങ്കിൽ ദൈവത്തെ തൊടണം, തൊട്ട് അനുഭവിച്ചറിയണമെന്നാണ് ഈ വചനം നമ്മെ
പഠിപ്പിക്കുന്നത്. എന്നെ ഏറെ സ്പർശിച്ചിട്ടുള്ള ഒരു ഗാനമാണ്, ഒരു ക്രിസ്തീയ ഭക്തി ഗാനമാണ്. ഒന്നു തൊട്ടാൽ മതി നിന്റെ നോട്ടം മതി ഞാൻ സുഖമാകുവാൻ നാഥാ, നിൻ സ്തുതി പാടുവാൻ നാഥാ. ദൈവം ഒന്ന് തൊട്ടാൽ മതി, ദൈവം ഒന്ന് നോക്കിയാൽ മാത്രം മതി, നമ്മൾ സൗഖ്യം പ്രാപിക്കും എന്ന വലിയ സന്ദേശം, ഈ വചനത്തിൻ്റെ സന്ദേശമാണ് ആ ഗാനം നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ തൊടണമെങ്കിൽ നാം എന്തു ചെയ്യണം? ക്രിസ്തുവിനെ തൊട്ട് സൗഖ്യം അനുഭവിച്ചറിഞ്ഞ ഒരു രക്തസ്രാവക്കാരി സ്ത്രീയുടെ കഥയാണ് നമ്മളിന്ന് ഈ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. ക്രിസ്തുവിനെ തൊടണമെന്ന് എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. എങ്ങനെ നമുക്ക് ക്രിസ്തുവിനെ തൊടാനായിട്ട് സാധിക്കും? ക്രിസ്തുവിനെ തൊടാനുള്ള ചില വഴികളാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിനെ തൊടണമെങ്കിൽ നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം ഉണ്ടാകണം. ക്രിസ്തുവിനെ തൊടണമെങ്കിൽ ഒന്നാമതായിട്ട് ക്രിസ്തുവാണ് വാതിൽ എന്ന മനോഭാവം നമുക്കുണ്ടാകണം. ക്രിസ്തുവാണ് വാതിൽ എന്ന മനോഭാവം ഉണ്ടാകണം. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടല്ലോ. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചിലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. എല്ലാ വാതിലുകളും അടഞ്ഞാലും എനിക്കായി തുറന്നിരിക്കുന്ന ഒരു വാതിൽ, അതെന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ് എന്ന മനോഭാവം നമുക്ക് ആദ്യം ഉണ്ടാകണം. ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ അതാണ്. എല്ലാ വൈദ്യന്മാരെയും കണ്ടു, അവള് ചെന്ന് കയറാത്ത ആശുപത്രികളില്ല, കാണാത്ത വൈദ്യന്മാരില്ല, ചികിത്സിക്കാത്ത ചികിത്സാ മുറകളില്ല. കയ്യിലുള്ളതെല്ലാം ചിലവഴിച്ചു. അവസാനം ദൈവമാണ്, വചനം പറയുന്നുണ്ട്, അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. യേശുവാണ് എനിക്ക് സൗഖ്യം നൽകുന്ന വാതിൽ എന്ന തിരിച്ചറിവ് ആ രക്തസ്രാവക്കാരി സ്ത്രീക്കുണ്ടായി. സമൂഹത്തിൽ ഒരു രക്തസ്രാവക്കാരി സ്ത്രീയെ മാറ്റി നിർത്തപ്പെടുന്നൊരവസ്ഥയാണ്. തൻ്റെ മാറ്റി നിർത്തപ്പെട്ട അവസ്ഥകളിലും തൻ്റെ ഏകാന്തതകളിലും ദൈവമാണ് എൻ്റെ വാതിൽ, കർത്താവായ യേശു ക്രിസ്തുവാണ് എനിക്ക് സൗഖ്യം നൽകുന്ന വാതിൽ എന്ന മനോഭാവമുണ്ടായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ ചില കുറവുകൾ കാരണം നമ്മളെ മാറ്റി നിർത്തിയെന്ന് വരാം. നമ്മുടെ മക്കൾ നമ്മളെ മാറ്റി നിർത്തിയെന്ന് വരാം. അല്ലെങ്കിൽ നാം നമ്മുടെ മക്കളെ അവരുടെ ചില സ്വഭാവ സവിശേഷതകൾ കാരണം മാറ്റി നിർത്തിയെന്ന് വരാം. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കുടുംബ യൂണിറ്റുകളിൽ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ കുടുംബക്കാർക്കിടയിലും നമ്മളെ മാറ്റി നിർത്തിയെന്ന് വരാം. ക്രിസ്തു നമ്മളെ ഒരിക്കലും മാറ്റി നിർത്തുകയില്ല എന്നുള്ള ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ക്രിസ്തുവാണ് വാതിൽ എന്ന മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവത്തെ തൊടാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വചനം വളരെ ഷാർപ്പാണ്. കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവാണ് വാതിൽ എന്ന മനോഭാവം ഉണ്ടായാൽ നമുക്ക് ദൈവത്തെ തൊട്ടറിയാൻ സാധിക്കും. ഈ സ്ത്രീ ഒരു മടിയും കൂടാതെ യേശുവിൻ്റെ പിന്നാലെ പോയി യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുകയാണ്. സഭാ പണ്ഡിതന്മാർ പറയുന്നത് അവൾ തൊട്ടത് യേശുവിൻ്റെ വസ്ത്രത്തെയല്ല, യേശുവിൻ്റെ ഹൃദയത്തെയാണ് സ്പർശിച്ചത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം മടി കൂടാതെ അനുദിനം ഈശോയുടെ തിരുഹൃദയത്തിൽ സ്പർശിക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഈശോയുടെ തിരുഹൃദയ ചിത്രത്തിന് മുൻപിൽ ഒരു മടിയും കൂടാതെ നമ്മുടെ അയോഗ്യതകളൊക്കെ ഏറ്റുചൊല്ലണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൂടെ നാം കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ അയോഗ്യതകൾ ഏറ്റുചൊല്ലണം. നമ്മുടെ സ്വകാര്യതകളും നമ്മുടെ അയോഗ്യതകളും എല്ലാം ഒരുമിച്ചിരുന്ന് ഒരു കുടുംബമായി കർത്താവിൻ്റെ മുൻപിൽ ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുൻപിൽ തുറന്നു പറയുമ്പോൾ നാം ദൈവത്തെ സ്പർശിക്കുന്നവരായിട്ട് മാറുന്നു. 34-ാം സങ്കീർത്തനം 18-ാം വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്,
മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. വീണ്ടും 51-ാം സങ്കീർത്തനം 17-ാം വാക്യം പറയുന്നു, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുന്നില്ല. നുറുങ്ങിയ ഹൃദയത്തോടെ, ഉരുകിയ മനസ്സോടുകൂടെ ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുൻപിൽ നാം പോയി നമ്മുടെ അയോഗ്യതകൾ ഏറ്റുപറയുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തെ നമുക്ക് തൊട്ടറിയാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെ തൊടും. ഒരിക്കൽ ഒരു സംഭവം ഒരു ബാർബർ ഷോപ്പിൽ നടന്ന ഒരു സംഭവമാണ്. ഒരാൾ തൻ്റെ മുടി മുറിക്കാനായിട്ട് ബാർബർ ഷോപ്പിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മുടി മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാർബർ ചില കാര്യങ്ങൾ പറയുക അദ്ദേഹത്തോട്. ചില ബാർബർ ഷോപ്പിലൊക്കെ ചില ബാർബർമാർ ഇങ്ങനെ കുറേ സംസാരപ്രിയരാണ്, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ. അതുപോലെ ഇദ്ദേഹം ഈ ബാർബർ തൻ്റെ അടുക്കലിരിക്കുന്ന ആളോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് അവസാനം അദ്ദേഹം വന്നെത്തിയത് ഇങ്ങനെയാണ്, എന്തല്ല ഈ ലോകത്ത് മുഴുവൻ ഭയങ്കര പ്രശ്നമാണ്, എവിടെ നോക്കിയാലും കൊലപാതകവും കവർച്ചയും ബഹളവും ഒക്കെയാണ്. സത്യത്തിൽ ദൈവമില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിർത്തി, ദൈവമില്ല എന്ന് പറഞ്ഞു നിർത്തി. പാവം തൻ്റെ മുടി മുറിക്കാൻ വന്ന ആൾ തല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു പോയില്ലേ എന്ന് വിഷമിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ തൻ്റെ മുടിയൊക്കെ മുറിച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് കാശും കൊടുത്തിട്ട് പുറത്തോട്ട് പോയി. പുറത്തോട്ട് പോയപ്പോൾ പുറത്ത് ഒരു പയ്യൻ, ഒരു യുവാവ്, നല്ല മുടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വളർത്തി, ഇപ്പോഴത്തെ ഫ്രീക്കൻ പയ്യന്മാരെ പോലെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കിളിക്കൂട് പോലെയൊക്കെ വളർത്തി ഒരു പയ്യൻ കാതിൽ ഹെഡ്സെറ്റൊക്കെ കുത്തി വെച്ച് ഈ കീറിയ പാൻസൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇത് കണ്ട ഈ വ്യക്തി ആ യുവാവിനെ പിടിച്ചുകൊണ്ട് ആ ബാർബർ ഷോപ്പിലേക്ക് വന്നിട്ട് ബാർബറിനോട് പറഞ്ഞു, ഈ ഭൂമിയിൽ ബാർബർമാരാരും ഇല്ല. അദ്ദേഹത്തിന് ഷോക്കായി. എന്താ, ഈ ഭൂമിയിൽ ബാർബർമാരില്ലേ? അല്ല, ഈ ഭൂമിയിൽ ബാർബർമാരാരും ഇല്ല. ഇത് കേട്ട ബാർബർ പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാനിവിടെ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ബാർബർ ഷോപ്പുണ്ട്, പിന്നെ അത് അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമിയിൽ ബാർബർമാരുണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് ഇത്രയും മുടി വളർന്നിരിക്കാൻ സാധ്യതയുണ്ടോ? അതിന് മറുപടിയായിട്ട് ബാർബർ പറഞ്ഞു, അത് അദ്ദേഹം ഞങ്ങളുടെ അടുക്കലേക്ക് മുടി മുറിക്കാനായിട്ട് വരാത്തതുകൊണ്ടല്ലേ മുടി വളർന്നിരിക്കുന്നത്. ഇത് കേട്ട ആ മനുഷ്യൻ പറഞ്ഞു, ഇത് തന്നെയാണ്, ദൈവം ഇല്ല എന്നല്ല, നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല. അതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ഇവിടെ രക്തസ്രാവക്കാരിയായ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാനാണ്. നമ്മുടെ അയോഗ്യതകളൊക്കെ ഒരു മടിയും കൂടാതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി ഏറ്റുപറയുക. അപ്പോൾ ദൈവത്തെ തൊട്ടറിയാനായിട്ട് സാധിക്കും. ദൈവത്തെ തൊട്ടറിയാനായിട്ട് വചനം നൽകുന്ന മറ്റൊരു പാഠം, പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ വചനം കേൾക്കണം. ഈ സുവിശേഷത്തിലെ 27-ാമത്തെ വാക്യം, അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. യേശുവിനെ നമ്മൾ കേൾക്കണം. പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കണം. സുവിശേഷത്തിന് ശക്തിയുണ്ട്. വചനം സൗഖ്യദായകമാണ്. നമ്മൾ അനുദിന ബലിയർപ്പണത്തിൽ നാം കേൾക്കുന്ന വചനം, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നാം വായിക്കുന്ന വചനം, ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ വചന വായന, ഇതൊക്കെ സൗഖ്യദായകമാണ്. അതിന് ശക്തിയുണ്ട്. പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ വചനം കേൾക്കണം, വചനം വായിക്കുന്നവരായിട്ട് മാറണം. അതാണ് വചനം പറയുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം, അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സുവിശേഷത്തിൽ വിശ്വസിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ 1-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയാണ്. സുവിശേഷം, വചനം ദൈവിക ശക്തിയാണ്. ആ വചനം പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ ശ്രവിക്കുകയും വായിക്കുകയും ചെയ്യുക. അങ്ങനെ നമുക്ക് യേശുവിനെ തൊട്ടറിയാനായിട്ട് നമുക്ക് സാധിക്കും. യേശുവിനെ തൊട്ടറിയാനായിട്ട് വീണ്ടും വചനം നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം, കുംഭസാരത്തിൻ്റെ അഥവാ ഏറ്റുപറച്ചിലിൻ്റെ മനോഭാവത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുക.
കുമ്പസാരത്തിലൂടെയാണ് നമ്മുടെ പാപങ്ങളൊക്കെ മോചിക്കപ്പെടുന്നത്. കുമ്പസാരത്തിലൂടെയാണ് ദൈവം തൻ്റെ കരുണ കാണിച്ച് നമ്മളെ പുതിയ വ്യക്തിയാക്കി മാറ്റുന്നത്, അല്ലേ? അനുദിനം കർത്താവിനോട് നാം ഒരു ഏറ്റുപറച്ചിൽ നടത്തണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൂടെ, അനുദിന ദിവ്യബലിയിലൂടെ, അനുദിന വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, ജസ്റ്റ് ദൈവത്തിൻ്റെ മുമ്പിലൊന്ന്, ദേവാലയത്തിൽ ദൈവത്തിൻ്റെ മുമ്പിലൊന്ന് ആയിരുന്നു കൊണ്ട് ജസ്റ്റ് ദൈവത്തിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്നിരിക്കുക, ഒരു ഏറ്റുപറച്ചിൽ നടത്തുക. അങ്ങനെ നമുക്ക് ദൈവത്തെ തൊട്ടറിയാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യം പറയുന്നുണ്ട്. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുകയും ചെയ്യണം. നമ്മൾ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്താൽ ദൈവത്തെ തൊട്ടറിയാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിനോടൊരു ഏറ്റുപറച്ചിൽ നടത്തുക. ഈ വചനഭാഗത്തിൽ 29-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു, താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. നാം ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ഏറ്റുപറച്ചിൽ നടത്തുമ്പോൾ നമുക്ക് ദൈവം നൽകുന്ന ഒരു സൗഖ്യം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. കർത്താവിനോട് ഒരു ഏറ്റുപറച്ചിൽ നടത്തുക. നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിലും നമ്മുടെ രോഗാവസ്ഥകൾക്കിടയിലും നാം സമ്പത്ത് തേടിയുള്ള നമ്മുടെ യാത്രകൾക്കിടയിലും കർത്താവിനോടൊപ്പമായിരുന്നുകൊണ്ട് ഒരു ഏറ്റുപറച്ചിൽ നടത്തണം. അങ്ങനെ നടത്തുമ്പോൾ നാം ദൈവത്തെ തൊട്ടറിയുന്നവരായിട്ട് മാറും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് ഏശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ദൈവം നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ രോഗങ്ങളെയും ഏറ്റെടുക്കാനായിട്ടാണ് ഈ ഭൂമിയിൽ ആഗതനായത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യം, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മുടെ രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നാം സൗഖ്യം നേടാൻ വേണ്ടിയിട്ടാണ് അവൻ ക്ഷതമേറ്റത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ഏറ്റുപറച്ചിൽ നടത്തണം. ഏറ്റുപറച്ചിലിൻ്റെ മനോഭാവം നമുക്കുണ്ടാവണം കർത്താവിനെ തൊട്ടറിയണമെങ്കിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യം പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഏറ്റുപറച്ചിൽ നമ്മൾ നടത്തണം. ക്രിസ്തുവിനെ തൊട്ടറിയണമെങ്കിൽ ഈ വചനം നമുക്ക് നൽകുന്ന ചില പാഠങ്ങൾ നമുക്കുമൊന്ന് അനുസരിക്കാം. ക്രിസ്തുവിനെ തൊട്ടറിയാം. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവാണ് വാതിൽ എന്ന മനോഭാവം ഉണ്ടാവണം. മടി കൂടാതെ നിൻ്റെ അയോഗ്യതകൾ കർത്താവിനോട് ഏറ്റുപറയണം. പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ കർത്താവിൻ്റെ വചനം ശ്രവിക്കണം. കുമ്പസാരത്തിൻ്റെ അഥവാ ഏറ്റുപറച്ചിലിൻ്റെ മനോഭാവത്തോടു കൂടെ ദൈവത്തോടൊപ്പമായിരിക്കണം. അങ്ങനെ നമുക്ക് ക്രിസ്തുവിനെ തൊട്ടറിയാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ ഒന്ന് തൊട്ടറിയാം. ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും, എന്ത് കിട്ടും എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊടും. കുർബാനയിലൂടെ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കുർബാനയിൽ പോകും. ക്രിസ്തുവിനെ തൊടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? വചനം പറയുന്നുണ്ട്, 34-ാമത്തെ വാക്യം, അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞാൽ ക്രിസ്തു നമുക്ക് നൽകുന്നത് രക്ഷയും സമാധാനവുമാണ്. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. ദൈവത്തെ തൊട്ടറിഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്നത് ദൈവ സമാധാനം. ആ സമാധാനം അനുഭവിച്ചറിയാനായിട്ട് ക്രിസ്തുവിനെ തൊട്ടറിയുന്നവരായിട്ട് മാറാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് ക്രിസ്തു നൽകുന്ന സമാധാനവും രക്ഷയും നമുക്ക് നേടാം. വചനം നൽകുന്ന ആ പാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട്
നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാക്കി ക്രിസ്തുവിനെ തൊട്ടറിയാം. ക്രിസ്തു നൽകുന്ന രക്ഷയും സമാധാനവും നമുക്ക് സ്വീകരിക്കാം. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ ദൈവാമൃതം.